ഹായ് ഓൾ. എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ ഒരു 4th ഇയർ ആനിവേഴ്സറിയോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സസുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സുകൾ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ സീരീസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്കമിങ് ഇലക്ട്രിക്കൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. അതായത് ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി, ഇലക്ട്രിക്കൽ ബിടെക് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് കേരള PSC അല്ലെങ്കിൽ ടെക്നിക്കൽ PSC അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാംസുകളിൽ ഏതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് എക്സാംസുകൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എക്സാം ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഡിഗ്രി ലെവൽ എക്സാം. ഡിഗ്രി അതായത് നിങ്ങൾക്ക് ബിടെക് കമ്പൽസറി ആയിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ വേണ്ട പോസ്റ്റുകളാണ്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കേരള PSCയിൽ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലുണ്ട്, PWDയിലുണ്ട്, കേരള വാട്ടർ അതോറിറ്റിയിലുണ്ട്, യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഹാർബർ എഞ്ചിനീയറിംഗിലുണ്ട്. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഒരുപാട് വേക്കൻസിയും ഒരുപാട് സാധ്യതകളുള്ള പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്, ഒരു ഗസറ്റഡ് പോസ്റ്റാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോസ്റ്റാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IO എന്ന് പറയുന്ന പോസ്റ്റ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. ഈ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഫസ്റ്റ് ക്ലാസ് ബിടെക് എന്ന് പറയുന്നതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരാറുള്ളത്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ നമുക്ക് വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരാനിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒട്ടനവധി അവസരങ്ങളാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത, അതായത് ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ എക്സാംസിന്റെ ലെവൽസ് ആയിട്ട് പറയാൻ കാരണം അങ്ങനെ ലെവൽസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇനി അടുത്തത് എവിടെയാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോമ ലെവലിലാണ്. ഓക്കെ, ഡിഗ്രി ലെവലിൽ ഞാൻ ഈ പറഞ്ഞ പോസ്റ്റുകൾ മാത്രമല്ല, ഇനിയും ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകളുണ്ട്. SSC JEE ഉണ്ട്, RRB JEE ഉണ്ട്, അത്തരം പോസ്റ്റുകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ രണ്ടാമതൊരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ഡിപ്ലോമ ലെവലിലുള്ള പോസ്റ്റുകൾ നോക്കാം. ഡിപ്ലോമ ലെവലുള്ള പോസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ KSEBയിലെ സബ് എഞ്ചിനീയർ പോസ്റ്റ് തന്നെയാണ്. KSEBയുടെ സബ് എഞ്ചിനീയർ പോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 ഗ്രേഡ് 2 പോസ്റ്റുകളുണ്ട്. അതേപോലെ ITI ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾ വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള പോസ്റ്റുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഡിപ്ലോമ ലെവലിൽ. ഞാൻ നേരത്തെ പറഞ്ഞ RRB JEE ഒരു ഡിപ്ലോമ ലെവൽ പോസ്റ്റ് ആണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഒട്ടനവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും ചില എക്സാംസുകൾ മാത്രമായിട്ട് കൺസിഡർ ചെയ്യരുത്. നിങ്ങൾ വരും വർഷങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ടെക്നിക്കൽ എക്സാംസുകളിൽ അനവധിയായിട്ടുള്ള അവസരങ്ങളാണ്. സോ ഇതിലേക്കെല്ലാം ഭാഗമായിട്ട് എൻട്രിയുടെ ഈ ഒരു റീലോഞ്ചിന്റെ ഭാഗമായിട്ട്, എൻട്രിയുടെ 4th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള റീലോഞ്ചിന്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ കോഴ്സസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ, നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സോ ഈ ഒരു 4th ആനിവേഴ്സറിയിൽ നമ്മളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ ഉയരത്തിലേക്ക് എത്തിക്കാവുന്ന തരത്തിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സിലൂടെ നിങ്ങളെ ഒരു ഗവൺമെന്റ് സെക്ടറിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഞങ്ങൾ ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളെടുത്ത് ചെയ്തിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നല്ല വിജയങ്ങൾ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ഒരുപാട് എക്സാംസുകൾ, സബ് എഞ്ചിനീയർ എക്സാംസിലായിക്കോട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിലായിക്കോട്ടെ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിലായിക്കോട്ടെ, നടന്നിട്ടുള്ള മുഴുവൻ എക്സാംസുകളിലും എൻട്രിയിലെ വിദ്യാർത്ഥികൾ ഉജ്ജ്വലമായിട്ടുള്ള വിജയങ്ങളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അടുത്ത വിജയിയായിട്ട് നിങ്ങളാണ് വരേണ്ടത്. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക, വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുക. ഇപ്പൊ ബിടെക് റീസെന്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകളും ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലുള്ള നടന്ന എക്സാംസുകളിൽ വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.